കപ്പിനടിയിൽ എന്താണ് എന്നുള്ള ഒരു സീരിയസ് വിഷയമൊക്കെ മുങ്ങി താന്നു പോയി. അപ്പതേ പൊങ്ങി വരുന്നു അടുത്ത വിഷയം. അടുത്ത വിഷയം എന്തെന്ന് പറഞ്ഞാൽ പിടി. അതെ, പിടിയാണ്. പിടിച്ചു, മോശമായ രീതിയിൽ പിടിച്ചിരിക്കുകയാണ്. അയ്യോ, ആര് കണ്ടോ? നടന്നോ? ഇല്ലയോ? എന്തൊരു സീസണാണിത് എൻ്റെ പൊന്നോ. നല്ല കണ്ടന്റുകൾ കേട്ടാ, സൂപ്പർ കണ്ടന്റ്. ദയവ് ചെയ്ത് അടുത്ത സീസണിൽ വരുന്ന ആൾക്കാർ ഈ ഗെയിമുകളൊന്നും കണ്ട് അനുകരിക്കരുതേ എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോ പിടിയാണ് ഇതിനകത്തുള്ള മെയിൻ വിഷയം. ഇനി അടുത്ത ആഴ്ച മൊത്തം ചാകരയാണ്, നമുക്കല്ല, സോഷ്യൽ മീഡിയയ്ക്ക്. എവിടെ പിടിച്ചു, എങ്ങനെ പിടിച്ചു, ഏത് ആംഗിളിൽ പിടിച്ചു എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ഈ ആഴ്ച വന്നിട്ട് പിടിയെക്കുറിച്ച് ചർച്ച ചെയ്യും. ഒന്നുമില്ല, പിടിച്ചത് ഞാൻ പറയാം. ഇതിനകത്ത് ഒരു സീരിയസ് ഇഷ്യൂ ആണിത്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇവിടെ ഒനിലിനെതിരെയുള്ള ആരോപണമാണ്. ആരോപിച്ചു? അതായത് വാദിയെക്കാട്ടിയും ഇതിനകത്ത് ആരോപിച്ച ആള് ലക്ഷ്മിയാണ്. മസ്താനിയെ മോശമായ രീതിയിൽ നമ്മുടെ ഒനിൽ പിടിച്ചു എന്നാണ് നമ്മുടെ ലക്ഷ്മി പറയുന്നത്. മസ്താനിക്ക് ഇതൊരു വിഷയമാക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല. വളരെ പേഴ്സണലായിട്ട് പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യത്തിനെ ഊതി വീർപ്പിച്ച് ലോകം മൊത്തം അറിയിച്ച് എല്ലാം ചെയ്തു നമ്മുടെ ലക്ഷ്മി. കാര്യം ലക്ഷ്മിക്ക് ഒനിൽ വീട്ടിൽ നിന്ന് പോകണം. അപ്പം ഒനിൽ അവിടെ വീഴാറായി നിൽക്കുകയാണ്. ഒനിൽ പറയുന്നത് ഇറ്റ്സ് എ കേസ് ഓഫ് ക്യാരക്ടർ അസാസിനേഷൻ, ഇതിനെതിരെ ഞാൻ നിൽക്കുകയാണ്, ഞാനൊരു കംപ്ലൈന്റ് കൊടുക്കുകയാണെന്ന് ഒനിൽ പറയുന്നു. ലക്ഷ്മി പറയാണ്, ഞാനൊരു ബസ്സിൽ കയറിയാൽ പോലും സ്കെയിൽ എടുത്ത് 50 സെന്റിമീറ്റർ അളന്നിട്ടേ നിൽക്കത്തുള്ളൂ. സോ എന്റെ ദേഹത്താരും ടച്ച് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ ഇതിനകത്ത് സത്യമുണ്ടോ ഇല്ലയോ എന്നായിരിക്കും ഇനി അടുത്ത ലാലേട്ടന്റെ എപ്പിസോഡ് വരുന്നത് വരെയുള്ള ചർച്ചാ വിഷയം. എന്റെ അനുക്കുട്ടിയുടെയും അക്ബറിന്റെ ഒക്കെ വിഷയം ഇതിൽ മുങ്ങിപ്പോയല്ലോ എന്നാണ് എന്റെ വിഷമം. എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ടുള്ള വിഷയം എന്ന് പറയുന്നത് പിടിയാണ്. പിടി. ഇനി നോക്കിക്കോ, ഇതിന് നമുക്ക് ഈ വിഷയം എന്ന് പറയുന്നത് ലാലേട്ടന്റെ എപ്പിസോഡ് വരെ കത്തി നിൽക്കും എന്നാണ് എനിക്കൊരു പ്രതീക്ഷ. കാര്യം ഒനിൽ അവിടെ വീണ് തകർന്നു പോയി. ആ മനുഷ്യനെ ഇട്ട് അവിടെ ഇങ്ങനെ അലിഞ്ഞു പോയൊരവസ്ഥയിലാണ് ഒനിലിന്റെ അവസ്ഥ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇനി ഈ ഒരു കാര്യത്തിനെ നമ്മൾ സീരിയസ് ആയിട്ട് കാണുകയാണെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും ഒനിലിനെതിരെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവാം, എനിക്കറിയില്ല. പക്ഷെ ഒന്നും നടന്നില്ല എങ്കിൽ പുതപ്പിനടിയിൽ പോലത്തെ വിഷയം മറ്റേ ലാലേട്ടൻ സാറ്റർഡേ വരും. അതെ, നമ്മൾ പല പല വീഡിയോ ക്ലിപ്പുകളും കണ്ടിരിക്കുകയാണ്. ഒനിൽ അങ്ങനെ പിടിച്ചിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ള കാര്യമായിട്ടൊക്കെ ലാലേട്ടൻ വരും. പിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ലാലേട്ടൻ വരും. ലാലേട്ടൻ്റെ ഒരു ഗതികേട് എൻ്റെ പൊന്നോ. ഓരോ ഗെയിമുകളും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച പുതപ്പിനകത്തെന്ത്, ഈ ആഴ്ച പിടിച്ചോ ഇല്ലയോ, എന്തുവാണ് ഇതൊക്കെ? എൻ്റെ ഒരവസ്ഥ. എന്നിട്ട് നിങ്ങളൊരവസ്ഥ, നിങ്ങൾ പ്രേക്ഷകരുടെ ഒരവസ്ഥയെ. അത് കഴിഞ്ഞിട്ട് ഇനി വാരിയസ് കുറേ വീഡിയോ ക്ലിപ്പുകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. ഒന്നുമില്ല, ജസ്റ്റ് ഒന്നിൽ ഇങ്ങനെ നടന്നു പോണതായിരിക്കും. മസ്താനി അടുത്തൂടെ പോണത് കണ്ട് പിടിച്ച് ഇവിടെ വെച്ചാണ് പിടിച്ചത്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും ലക്ഷ്മി ഇതെടുത്ത് കത്തിച്ച് കയറ്റി വിട്ടിട്ടുണ്ട്. ഇത് ഏത് രീതിയിൽ പോകുന്ന അറിയില്ല. ഒനിലിനെ ഇത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ഒനിലിനെ വളരെ നെഗറ്റീവായിട്ടാണ് ബാധിച്ചിരിക്കുന്നത്. മസ്താനി ആണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് എന്താ സംഭവം എന്നുള്ളത് ഇനി ബാക്കിയുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് അക്ബറിന്റെ ഡബിൾ സ്റ്റാൻഡ്. അതെ, അനു ഒരു ക്യാരറ്റ് കഴിച്ചപ്പം എന്നാൽ മസ്താനി ഒരു ടൊമാറ്റോ കഴിച്ചപ്പോ അതെന്തൊന്ന് ഡബിൾ സ്റ്റാൻഡ്. പ്രവീൺ, അതെ, നമ്മുടെ നിവീൻ വന്നിട്ട് ആട്ടാപ്പൊടി എടുത്തിട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കി. എന്നാൽ പ്രവീൺ അവിടെ അനുമോളെ ചോറെടുക്കാൻ സമ്മതിച്ചോ? അപ്പൊ ഇതാണ് ഡബിൾ സ്റ്റാൻഡുകൾ. മനസ്സിലായി? പ്രവീൺ ഇവിടെ കള്ളം പറയുന്നു. പിന്നെ നൂറയുടെ ടാസ്ക് പരാജയമായി പോയതും അതെ അക്ബറിന്റെ മികവാണ്. അക്ബറും കൂട്ടരും നല്ല സൂപ്പറായിട്ട് കളിച്ചത് കൊണ്ടാണ് നൂറ ഇവിടെ പരാജയപ്പെട്ടു പോയത്. ഇതെല്ലാം ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എന്തൊരു അവസ്ഥയാണല്ലേ ഞാൻ ആലോചിക്കുന്നത്. സീസൺ 7ന്റെ ഒരു അവസ്ഥ. എന്തൊക്കെ വിഷയങ്ങളാണ്. ദയവ് ചെയ്ത് ഇമാതിരിയുള്ള കണ്ടന്റുകളൊന്നും അടുത്ത സീസണിൽ, ഇമാതിരിയുള്ള ഗെയിമുകളൊന്നും അടുത്ത സീസണിലെ കണ്ടസ്റ്റൻസ് കണ്ട് പഠിക്കരുതേ എന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. ദയവ് ചെയ്ത് നല്ല രീതിയിൽ ഗെയിം കളിച്ച് നല്ല കണ്ടന്റുകൾ കൊടുത്ത് നമ്മുടെ ബിഗ് ബോസിനെയും നമ്മളെയും പ്രചോദനം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോവുക. അല്ലാണ്ട് ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും എടുത്തിടരുത്. ഇനി പറയാനുള്ളത് ലക്ഷ്മിയുടെ വലിയ ലക്ഷ്മിയാണ് ഈ ഒരു ഇഷ്യൂ വലുതാക്കിയത്. കാര്യം മസ്താനി ഇവിടെ ലക്ഷ്മിയോട് വളരെ സീക്രട്ടായിട്ട് മൈക്ക് ഊരി വെച്ച് പറഞ്ഞ കാര്യമാണ് ലക്ഷ്മി ഈ നാട് മൊത്തം അറിയിച്ചത്, ഈ ലോകം മൊത്തം അറിയിച്ചത് ലക്ഷ്മിയാണ്. അപ്പോൾ ഇത് ചെറുതായി പോവേണ്ട വിഷയമാണ്. ഇനി ഒനിൽ അത് മോശമായിട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. കാര്യം നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ കുറേ ക്ലിപ്പുകളൊക്കെ വീഡിയോകളും വെറുതെ ഉണ്ടാക്കിയ വീഡിയോകളും ആരോ ഒക്കെ ഇട്ട് വരും. ഇവിടെയാണ് പിടിച്ചത്, ഇവിടെയാണ് പിടി നടന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. പക്ഷേ എന്നാലും ഒനിൽ ഇവിടെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലക്ഷ്മിയും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. മസ്താനിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. ആ കുട്ടി പറയാണ് ഈ കണ്ടന്റ് പ്രസിദ്ധീകരിക്കരുതെന്ന്. ബിഗ് ബോസ് ആണ് ആള്. ഇത്രയും വലിയ ഇഷ്യൂ നടന്നിട്ട് പ്രസിദ്ധീകരിക്കാതിരിക്കും, പിന്നെ കാണിക്കാതിരിക്കും ഈ കണ്ടന്റ്. ബിഗ് ബോസ് അവിടെ ഉറങ്ങിക്കിടന്നാണ്. ഒരു കണ്ടന്റും ഇല്ലല്ലോ എൻ്റെ സീസണിൽ. പെട്ടെന്ന് നോക്കുമ്പോൾ രാത്രി 12 മണിക്ക് പിടിച്ചു
പിടിച്ചോ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് എണ്ണീറ്റിട്ട് മിക്കവാറും ബിഗ് ബോസ് വിടാതിരിക്കും ഇത്രയും വലിയൊരു കണ്ടന്റ്. അപ്പൊ പുള്ളിക്കാരൻ വിട്ടു, പുറത്ത് വിട്ടു. അങ്ങനെ ലോകം മൊത്തം അറിഞ്ഞു. ലക്ഷ്മി എന്താണ് ചെയ്യണമെന്ന് ലക്ഷ്മി എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കാര്യം ഒരാൾ കുറ്റവാളിയാണ്, ശരിയാണ്, കുറ്റക്കാരനാണെന്ന് ആരോപിക്കുകയാണ്, കുറ്റവാളിയാണെന്ന് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല, കുറ്റക്കാരനാണെന്ന് ആരോപിക്കുകയാണെങ്കിൽ അയാൾ സോറി പറയുന്നു, അയാളുടെ ഭാഗവും കേൾക്കുക, അതിനെ ഇതിനകത്ത് കൊണ്ട്. പക്ഷെ ഭയങ്കര മോശമായ രീതിയിലാണ് ഒനിലിനെ ട്രീറ്റ് ചെയ്തത്. എനിക്കത് ഫീൽ ചെയ്തതാണ്. ഭയങ്കര മോശമായ രീതിയിൽ ഒരു ക്യാരക്ടർ അസാസിനേഷൻ പോലെ ട്രീറ്റ് ചെയ്തതാണ്. സെയിം ലൈക്ക് എനിക്ക് ഫീൽ ചെയ്തത് പുതപ്പിനടിയിൽ എന്താണ് ആ ഒരു സംഭവം നടന്നില്ലേ, അതേപോലെ തന്നെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്ത കാര്യം. ഒരു ഡെമോൺസ്ട്രേഷനൊക്കെ നടത്താൻ വേണ്ടി പോയി, കുറച്ചൊക്കെ കാണിച്ചായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത് കൊണ്ട് വലിയ ഡെമോൺസ്ട്രേഷൻ ഒന്നും കാണിച്ചിട്ടില്ല. എന്നാലും അത്രയും ഈ ഒരു വിഷയം പറഞ്ഞു തീർക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഒനിലൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ, എനിക്കതേ പറയാനുള്ളൂ. ഒനിലൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ, കാര്യം ഇത് ക്യാമറയിലുള്ള വിഷയമാണ്, ക്യാമറ കാണുന്നതാണ്, ക്യാമറ അവിടെ ഉണ്ട്, ആക്ടിവിറ്റി ഏരിയയിൽ പോയ സമയമാണ്, ഇടുങ്ങിയ റൂമാണ്. അപ്പോൾ ക്യാമറ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരുമായിരിക്കും ലാലേട്ടൻ വിഷ്വൽ. ലാലേട്ടൻ്റെ ഒരവസ്ഥ, അയ്യോ പുള്ളിക്കാരൻ വന്ന് പിടിക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ കാണിച്ചു കൊടുക്കും. ചിലപ്പോൾ തട്ടിക്കാണും, കൈ തട്ടിക്കാണും, അല്ലെങ്കിൽ ചിലപ്പം വീഴാൻ പോയപ്പോൾ പിടിച്ചിട്ടുണ്ടാവും. അതിൽ അവസ്ഥ എനിക്ക് മോശമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഒനിൽ അവിടെ സോറി പറഞ്ഞിട്ടുണ്ട് പ്രാവശ്യം. ഇനി എനിക്കറിയില്ല, എനിക്ക് ഇതിൽ കൂടുതലൊന്നും ജസ്റ്റിഫൈ ചെയ്യാനോ അതിനെ ക്ലാരിഫൈ ചെയ്യാനോ എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. ഒനിൽ എന്തായാലും കുറേ സോറി പറഞ്ഞിട്ടുണ്ട്. മസ്താനിക്കാണെങ്കിൽ ഒരു താല്പര്യവും ഇല്ല ഈ കണ്ടന്റ് പുറത്തേക്ക് പോകാൻ. ആ കുട്ടി ഈ വിഷയം ഇവിടെ നിർത്താനാണ് പറയുന്നത്. കാര്യം ആ കുട്ടിക്കും ഇതിലൊരു നാണക്കേടുണ്ട്. കാര്യം ഇങ്ങനത്തെ വിഷയങ്ങൾ പോകുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ കലി പൂണ്ട് നിൽക്കുന്ന ആൾ ലക്ഷ്മിയാണ്. ലക്ഷ്മിക്ക് ഇതിനകത്തുള്ള സത്യാവസ്ഥ അറിയണം. അതേപോലെ തന്നെ ഒനിലിനും ഇതറിയണം. ഒനിലും ഇത് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടർ അസാസിനേഷനാണ് കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നത്. കാര്യം പുള്ളിക്കാരൻ്റെ ക്യാരക്ടറിനാണ് ചോദ്യചിഹ്നം വന്നേക്കുന്നത്. സെയിം ലൈക്ക് പുതപ്പിനടിയിൽ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്ത് നടക്കും എന്നുള്ളത്. അപ്പോൾ ഇനി കണ്ടറിയാം. ഇനി അടുത്തത് ഇന്നത്തെ മെയിൻ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്ത് ഇന്ന് നടന്ന മെയിൻ വിഷയങ്ങൾ, നമ്മുടെ അക്ബറിന്റെ ഡബിൾ സ്റ്റാൻഡ്. അതെ, അക്ബർ ഇവിടെ കളിച്ചത് ശരിയാണോ? അനു ഒരു ക്യാരറ്റ് എടുത്ത് തിന്നതിന് എന്തൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ മസ്താനി ഒരു ടൊമാറ്റോ എടുത്ത് കഴിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, ടൊമാറ്റോ മേടിച്ച് തിന്നിരിക്കുന്നു. അക്ബറിന്റെ ഡബിൾ സ്റ്റാൻഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ന് അക്ബർ അനുവിന്റെ കുറച്ച് കളികളൊക്കെ പുറത്താക്കിയിട്ടുണ്ട്. അതായത് അനു നീ ഈ കളിക്കുന്നത് നാളെ ജയിൽ നോമിനേഷൻ അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഡ്രാമയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അനു അവിടെ നല്ല രീതിയിൽ ട്രിഗറായി. അത് BB+ലായിരിക്കും കാണിക്കുന്നത്. നല്ല രീതിയിൽ ട്രിഗർ ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പേയ്മെന്റ് കിട്ടിയിട്ടാണ് ഞാൻ കണ്ടന്റ് കാണിക്കുന്നതൊക്കെ പറഞ്ഞ് അനു കൈവിട്ട് കുറേ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പേയ്മെന്റിന്റെ കാര്യം. എടാ എന്താണ് മുതുക്ക കളവ എന്നൊക്കെ വിളിച്ച് അക്ബറിനെ, എടാ മുതുക്ക എന്നൊന്ന് എൻ്റെ ഹൈറ്റും ഉണ്ട് വൈറ്റും ഉണ്ട്, അതാണ് നിനക്ക് എന്നുണ്ടടാ എന്നൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് പേയ്മെന്റ് എണ്ണി കിട്ടിയിട്ടാണ് ഞാൻ ഈ കണ്ടന്റ് കൊടുക്കുന്നതെന്നൊക്കെ അനു കുറച്ച് ട്രിഗറായി അതിനകത്ത്. അപ്പോൾ പ്രൊവോക്കേഷനിൽ വീണുപോയി. അപ്പോൾ എന്തായാലും ഇതായിരുന്നു അക്ബറും അനുവും തമ്മിലുള്ള വിഷയം. അതിനകത്ത് അക്ബറും അനുവിൻ്റെ ഡ്രാമ ജയിലിലേക്കാണെന്നുള്ള കാര്യം പറഞ്ഞു. അനുവിൻ്റെ ഗെയിം കുറച്ച് പൊളിച്ചിട്ടുണ്ട്. അതേപോലെ അനുവും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ബിന്നിയാണ് അക്ബർ ടൊമാറ്റോ എടുത്തിട്ട് മസ്താനി കൊണ്ട് ടൊമാറ്റോ കൊടുത്തപ്പോൾ കഴിച്ചു. അപ്പോൾ ബിന്നി ഇവിടെ അക്ബറിനെതിരെ നിങ്ങളുടെ ഡബിൾ സ്റ്റാൻഡ് ആണെന്ന് പറഞ്ഞു. അതെ, അക്ബറിന്റെ ഡബിൾ സ്റ്റാൻഡ് തന്നെയാണ് ഇതിനകത്തെന്ന് പറയുന്നു ഞാൻ. ഇനി അടുത്തത് ഇന്നത്തെ ഗെയിമിന്റെ കാര്യമാണ് പറഞ്ഞത്. പ്രവീണിന്റെ കാര്യം ഞാൻ പറയാം. ഇന്നത്തെ ഗെയിമിൽ നൂതില ഫാക്ടറി, ഈ ഗെയിം സത്യം പറഞ്ഞാൽ നൂറ ഇന്നലെ തന്നെ തോറ്റുപോയി. കാര്യം ബിഗ് ബോസ് ഇതിനകത്ത് വലിയൊരു കളി കളിച്ചിട്ടുണ്ട്. 3 ബ്ലാക്ക് കോയിൻ ഇന്നലെ നൂറ അബിക്ക് കൊടുത്തിരുന്നെങ്കിൽ നൂറ ജയിച്ചേനെ. പക്ഷേ ഇവിടെ ബിഗ് ബോസ് മൂന്നാമത്തെ ദിവസം വേറൊരു കളി കളിച്ചു. അക്ബറിനും ആ കൂട്ടർക്കും ഇന്നലെ ഹിന്റ് കിട്ടി. ഇവിടെ ഹിന്റ് കിട്ടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ജിഷിൻ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു കേട്ടോ ഈ ടാസ്ക്. ഹിന്റൊന്നും കിട്ടിയിട്ടില്ല, പുള്ളിക്കാരനൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ പുള്ളിക്കാരന് കൊടുത്ത റോള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ആക്റ്റീവായിരുന്നു, ഒരു സമയം അടങ്ങിയിരുന്നിട്ടില്ല. പിന്നെ ഇവിടെ അത് അറിഞ്ഞൂടാതെ അവിടെ നിന്ന ആൾക്കാർ ബിന്നി, ഷാനവാസ് ഒക്കെയാണ്. ആതിരയ്ക്ക് അറിയായിരുന്നു, ഏകദേശം അറിയായിരുന്നു കാര്യങ്ങൾ. ബിന്നിക്കും ഷാനവാസിനും ഒന്നും അറിഞ്ഞൂടായിരുന്നു. ഇവിടെ ഷാനവാസ് വേറെ ഏതോ ഗെയിമാണ് കളിച്ചിരുന്നത്. പുള്ളിക്കാരന് ഒട്ടും അറിയത്തില്ല. പുള്ളിക്കാരൻ ഗോൾഡ് കിട്ടാൻ വേണ്ടി നിന്നു. എന്നിട്ട് ഗോൾഡ് മേടിച്ചു. ആ ഗോൾഡ് മേടിച്ചിട്ട് സർക്കസിലെ ഒരാൾക്ക് പോലും ഒരു ഗോൾഡ് പോലും കൊടുത്തിട്ട് ഞാൻ കണ്ടില്ല. ഇനി കൊടുത്തോന്ന് അറിയില്ല. പക്ഷെ ഒരു ഗോൾഡും പുള്ളിക്കാരെ സർക്കസിലുള്ള ആൾക്കാരും കൊടുത്തില്ല. ആ ഗോൾഡ് മൊത്തം വേസ്റ്റ് ആവുകയും ചെയ്തു. ഷാനവാസിന്റെ ഗെയിം അവിടെ ഒരു ഫെയിലിയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അക്ബർ ഇവിടെ നന്നായിട്ട് കളിച്ചു. അക്ബറും അഭിയും ഒനിലും ഇവർ 3 പേരുമാണ്. ഇത് ലക്ഷ്മി ഉണ്ടായിരുന്നു, മസ്താനി ഉണ്ടായിരുന്നു. ഇവർ 3 പേരുടെ തീരുമാനമായിരുന്നു. എന്തോ സംഭവം ഉണ്ട് ഇതിനകത്ത്. കാര്യം ഇന്ന് ബ്ലാക്ക് കോയിൻ ഇല്ല. അപ്പോൾ 2-2 എന്ന് പറഞ്ഞ് തുല്യമായിട്ട് നിൽക്കും. അവർ ഇന്ന് ഒട്ടും ഫിസിക്കലായില്ല, അഗ്രസീവ് ആയില്ല, പതുക്കെ ലേറ്റാക്കി പിച്ചു, മനഃപൂർവ്വം ലൈറ്റാക്കി. അതുകൊണ്ട് ബിഗ് ബോസ് തന്നെ വേറൊരു പണിയും കൂടെ കൊടുത്തു. ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള ബാക്കിയുള്ളവരെയും കൂടെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ വീട്ടുകാരും കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തു ഇവരെ, അക്ബറിനെ. അങ്ങനെ സത്യം പറഞ്ഞാൽ അനീഷിനും ഈ ഗെയിം ഒട്ടും മനസ്സിലായിട്ടില്ല. അനീഷ് ലൈവിൽ പറയുന്നുണ്ടായിരുന്നു, ഫാക്ടറി എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യ സ്ഥലമാണ്, അവിടെ അതൊരിക്കലും നമ്മൾ ഇതാക്കാൻ പാടില്ല, ചുമരുണ്ടെങ്കിലേ ചിത്രം
എഴുതാൻ പറ്റുള്ളൂ, ഫാക്ടറിയെ തോൽപ്പിച്ചത് ശരിയായില്ലെന്നൊക്കെ പറഞ്ഞ് അനീഷ് അവിടെ കിടന്ന് ഇതാകുന്നുണ്ട്. അനീഷിന് ഈ ടാസ്ക് ഒട്ടും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ നൂറ അങ്ങനെ നോമിനേഷനിൽ വരികയും ചെയ്തു. ഈ കൂടെ നിന്ന് തൊഴിലാളികൾ ഉൾപ്പെടെ നൂറയ്ക്കെതിരായിട്ട് വോട്ട് ചെയ്തു. അപ്പോൾ നൂറ ഇവിടെ കുറച്ചൊരു മണ്ടത്തരം കാണിച്ചു പോയി. പക്ഷേ സാരമില്ല, നൂറ വെൽ പ്ലേഡ്, അവസാനം വരെ പിടിച്ചു നിന്നു. അതുപോലെ അക്ബറും കൂട്ടരും വെൽ പ്ലേഡ്, അവരാണ് ഇത് ബ്രേക്ക് ചെയ്ത്, ഈ ലൂപ്പ് ഹോൾ ബ്രേക്ക് ചെയ്ത് ഈ കളിയിൽ നൂറയ്ക്ക് ഇമ്മ്യൂണിറ്റി നഷ്ടമാക്കി കൊടുത്തത്. സോ അവരും വെൽ പ്ലേഡ്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രവീണിന്റെ കാര്യമാണ്. പ്രവീൺ ഇവിടെ ഒടുക്കത്തെ ഡബിൾ സ്റ്റാൻഡാണ് കളിക്കുന്നത്. നിവീൻ്റെ അടുത്ത് പോയിട്ട് മാവ് എടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നു. എന്നാൽ അനു ചോറെടുത്തപ്പോഴത്തേക്കും ദേഷ്യം കാണിക്കുന്നു. അനുവിന് ചോറെടുക്കാനൊക്കെ സമ്മതിച്ചു, പക്ഷേ ദേഷ്യം കാണിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കള്ളം പറയുന്നുണ്ട്. പ്രവീണാണ് ഇവിടുത്തെ കിച്ചൺ ക്യാപ്റ്റൻ. ഇതൊക്കെ ലാലേട്ടം വരുമ്പോൾ ഒരു ചർച്ചാ വിഷയമായിരിക്കും. ഈ സംഭവങ്ങളൊക്കെ ലാലേട്ടം വരുമ്പോൾ ഈ വീട്ടിനകത്ത് നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ 7 വീട്ടിൽ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിസവും ഫേവറിറ്റിസവും ഉള്ള വീടാണിത്. സീസൺ 7 അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറയും. പക്ഷേ എല്ലാവർക്കും ഒരു ഗ്രൂപ്പുണ്ട്. എല്ലാവർക്കും ഈ വീട്ടിനകത്ത് ഫേവറിറ്റ്സും ഉണ്ട്. ഒരു ഗ്രൂപ്പും ഒരു ഫേവറിറ്റ്സും ഇല്ലാത്ത ഒരാളെ ഉള്ളൂ, അനീഷ്. അനീഷ് അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ഈ ഒരു സംഭവം അനീഷ് ഉപയോഗിക്കുന്നില്ല. അനീഷിന് ആ വീട്ടിലുള്ള എല്ലാവർക്കും എഗൻസ്റ്റ് ആയിട്ട് കളിക്കാം. അത് കളിച്ചിരുന്നെങ്കിൽ അനീഷിനെ പിടിച്ചാൽ കിട്ടൂലായിരുന്നു. പക്ഷെ അനീഷ് അത് ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെയല്ല അനീഷ് കളിക്കേണ്ടിരുന്നത്. കുറച്ചും കൂടെ നന്നായിട്ട് കളിക്കാൻ. കാര്യം അനീഷിന് അവിടെ ഒരു ഗ്രൂപ്പും ഇല്ല. ഇനി അടുത്ത് നടന്നത് ബിന്നി ഇവിടെ ഗ്രൂപ്പ് മാറിയിരിക്കുകയാണ്. ബിന്നി ഇവിടെ കട്ടപ്പയായിരിക്കുകയാണ്. കട്ടപ്പ, അതെ, ബിന്നി അക്ബറിനെ ചതിച്ച് അനുവിന്റെ ഗ്രൂപ്പിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കട്ടപ്പയായിരിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച അനുവിന്റെ ഗ്രൂപ്പ് മാറുമോ, അനുവിന് കട്ടപ്പയാവോ എന്ന് അറിയില്ല. ഇനി അനു കട്ടപ്പയാവോ എന്നും അറിയില്ല. മൊത്തം കട്ടപ്പകളുടെ ഒരു സീസണാണിത്. കട്ടപ്പ, പുതപ്പ് കേസ്, പിടിക്കേസ്, എന്തൊക്കെയാണ് ഇതൊക്കെ. ഫുൾ നെഗറ്റീവ് കേട്ടോ, ഫുൾ നെഗറ്റീവ് എന്ന് വിഷയങ്ങളാണ്, കണ്ടന്റുകളാണ്. അപ്പം ഇനിയിപ്പം ബിന്നി ഇപ്പം അനുവിൻ്റെ കൂടെ നിൽക്കുകയാണ്. ജിസേലിന് എഗൻസ്റ്റ് ആയിട്ടാണ് കളിക്കുന്നത്. അക്ബറിന് എഗൻസ്റ്റ് ആയിട്ടാണ് കളിക്കുന്നത്. ജിസേൽ ഇന്ന് കിച്ചണിൽ കയറാതിരിക്കാൻ വേണ്ടി പരമാവധി നോക്കിയായിരുന്നു. പക്ഷേ ബിന്നി അത് ശ്രമിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞു, അനുവിനെ കൊണ്ട് പിടിച്ച് കയറ്റി അതിനകത്ത് കയറി നിന്ന് ചപ്പാത്തിയൊക്കെ പരത്തണമായിരുന്നു. അപ്പോൾ ബിന്നി ഇവിടെ അനുവിന് നമ്മുടെ ജിസേലിന് എഗൻസ്റ്റ് ആയിട്ടാണ് കളിക്കുന്നത്. ഇങ്ങനെയാണ് ഗ്രൂപ്പ് കളികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ മെയിൻ വിഷയം. അവസാനം നടന്ന ഒനീലിന്റെ വിഷയമായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാനിങ്ങനെ ഉറങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിടി എന്ന് പറഞ്ഞു വന്നത്. എന്ത് സംഭവം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും എണീറ്റു. അപ്പം നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. ആരാണേ ഒത്തുകളിക്കണത് ആരാണേ, നീയണാൻ തിരയാടാം മാണിക്കക്കല്ലിൽ ഉറഞ്ഞാടാം. അങ്ങനെ വീക്ക്ലി ടാസ്ക് അവസാന ഘട്ടം. ടോസ് ഇട്ട് വേണം ഇതാക്കാൻ. 2 കാര്യങ്ങളുണ്ട്. 60 മിനിറ്റിൽ 25 ചപ്പലും 2 മെഷീനും, 90 മിനിറ്റിൽ 25 ചപ്പലും 1 മെഷീനും. ടോസ് ഇട്ട് തീരുമാനിക്കാം. അപ്പൊ ടോസ് ഇടുന്നു. കിട്ടുന്നത് എത്രയാണ്? 90 മിനിറ്റ് 25 ചപ്പൽ 1 മെഷീനാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ നൂറ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒനീലൊക്കെ പറയുന്നുണ്ട്, അഭിയൊക്കെ 25 ഉണ്ടാക്കിയാലും നമുക്ക് കോയിൻ കിട്ടും. 20 ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയാൽ മതി. അത്രയൊക്കെ അവർ നേരത്തെ ഡിസൈഡ് ചെയ്യാണ്. ഒനീൽ ലക്ഷ്മിയൊക്കെ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഒനീൽ പറയുന്നത്, ബിന്നി അതിലെടുത്തൊന്നും ഒന്നും പറയണ്ട, അക്ബറിനോട് പറയാം. ഷാനവാസ് പിന്നെ ഒന്നും അറിയില്ല. അപ്പോൾ ലക്ഷ്മി, നമുക്ക് ലേസൊക്കെ പൊളിച്ച് അകത്ത് വെക്കാം. അത് തന്നെ അക്ബർ, ഇന്ന് ബ്ലാക്ക് കോയിൻ ഇല്ല, അപ്പം നമുക്ക് സൂപ്പറായി. ബ്ലാക്ക് കോയിൻ എന്തുകൊണ്ടില്ലാത്തത് കട്ട് ചെയ്തത്? അത് ഇതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് തരാൻ പറ്റില്ലെന്ന് തന്നെ പറയണം. നമുക്ക് കൊടുക്കണ്ട. നമുക്കിന്ന് ഫൈറ്റ് ഒന്നും ചെയ്യണം, സമരമൊന്നും വേണ്ട. നമുക്ക് നേരെ കളിയിലേക്ക് കടക്കാം. സ്ലോ ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ നൂറ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എന്താണ്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മാഡം. അക്ബർ പറയാണ്, ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. എൻ്റെ ജോലിയിൽ ഈ മാനേജർ, ഈ നിങ്ങളുടെ അസിസ്റ്റൻ്റ് ഒരിക്കലും കൈ കടത്തരുത്. പണിമുടക്ക് വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ നൂറ, അതെ, നിങ്ങളെല്ലാം എന്ത് വേണോ ചെയ്തോളൂ, നിങ്ങൾ ചെയ്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നിങ്ങൾ പണിമുടക്ക് വിജയിച്ചു, നിങ്ങൾ എങ്ങനെ വേണം, നിങ്ങൾക്ക് എനിക്കുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം തരണം, ശരി എടുത്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ ആക്ടിവിറ്റി ഏരിയയിലേക്ക് കടക്കുന്നു. അപ്പോൾ നൂറ എല്ലാം വിട്ടുകൊടുക്കുകയാണ് നമ്മുടെ അക്ബറിന്. അപ്പോൾ അനു ഇവിടെ ഇടയ്ക്ക് കയറി വരികയാണ്. ആകെ പുറത്ത് പോകുന്നു പറഞ്ഞ് തള്ളി വിടുന്നു. അത് കഴിഞ്ഞ് ജിഷിൻ ഇവിടെ ഓരോരുത്തർ ചെയ്യാൻ വേണ്ടി പോകുമ്പം നൂറ പിടിച്ചിട്ട് അവിടെ ഇരിക്കും, മിണ്ടായിരിക്കും, അവർ ചെയ്യട്ട് മിണ്ടായിരിക്കും അവിടെ. കാര്യം നൂറ അല്ലാണ്ട് വേറെ ആർക്കും അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി. എല്ലാവരും ഇതറിഞ്ഞ് ഞെട്ടിപ്പോയി. പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. അക്ബർ നന്നായിട്ട് കളിക്കുകയും ചെയ്തു. അത് ആരും അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അപ്പോഴാണ് ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തുള്ള, അതായത് ബാക്കിയുള്ളവരെയും കൂടെ അകത്തേക്ക് കൊണ്ടത് ബിഗ് ബോസിൻ്റെ ഒരു കളിയായിരുന്നു അത്. കാര്യം അവർക്കും കൂടെ സഹായിക്കാം. അങ്ങനെ നൂറ ഇവിടെ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഇങ്ങനെ കയറി വന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഇൻട്രപ്ഷന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്, സമയം എങ്ങനെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട്. അപ്പം ജിസേൽ അവിടെയുള്ള ചെരുപ്പൊക്കെ എടുത്തിടുന്നു. അനു അവിടെ ഹീൽ ചെരുപ്പൊക്കെ എടുത്തിടുന്നു. നിവീനാണെങ്കിൽ ഓടി നടന്ന് മോട്ടിക്കുകയാണ്. ലക്ഷ്മി പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് നല്ലതാണ്, ഇത് ഇങ്ങനെ ചെയ്, ഇതെടുത്ത് അകത്ത് വെക്ക്. എന്നിട്ട് നിവീൻ പല സാധനങ്ങളും എടുത്ത് അകത്ത് കുത്തിക്കയറ്റി വെക്കുന്നു. ഡ്രസ്സിനകത്ത് വെക്കുന്നു, ഇവിടെ വെക്കുന്നു. അപ്പോഴത്തേക്ക് അനീഷും ഷാനവാസും ഇവിടെ ഒഫീഷ്യലി സംസാരിക്കുന്നു. അനീഷ് ഇവിടെ ടീച്ചറായിട്ടാണ് വരുന്നത്. അപ്പോൾ അനീഷ്, കുട്ടികളെ ഒന്നും മോഷ്ടിക്കരുത്. അനീഷ് ഇവിടെ നന്മയുടെ പ്രതീകമാണ്. അപ്പോൾ നൂറ, അയ്യോ എല്ലാവരും ഒന്ന് പുറത്താക്കും, മതി എല്ലാവരും പോ. അപ്പോൾ എൻ്റെ കുട്ടികൾ എങ്ങനെയുണ്ട് മിസ്? അയ്യേ വളരെ മോശം, ഇത്രയും തലതെറിച്ച പിള്ളേർ പെട്ടെന്ന് പുറത്താക്ക്. അങ്ങനെ ഓരോന്നോരോന്ന് പ്രവീണും മോട്ടിച്ചിട്ട്
തട്ടിയെടുത്തിട്ട് അകത്ത് അപ്പുറത്തൊക്കെ കൊണ്ടിടുന്നു. മാക്സിമം ഇവരുടെ ചെരുപ്പ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അവർ സഹായിക്കുന്നുണ്ട്. ആരെ? അക്ബറിനെയും കൂട്ടരെയും. അങ്ങനെ സ്റ്റാപ്ലർ പിന്ന് അതേപോലെ തന്നെ പല സാധനങ്ങളും ഇവർ തട്ടിയെടുത്തുകൊണ്ട് അകത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ചെക്കിംഗ് ഉണ്ടാവുന്നുണ്ട്. ചെക്കിംഗ് സ്ഥലത്ത് നിവീനെ കുറെ പിടിക്കുന്നു. അനീഷ് നന്മമരം കളിച്ചിട്ട് കുറെ പിടിച്ചെടുത്ത് തിരിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക്. അയ്യോ അപ്പം നിവീൻ അനീഷ് നന്മമരം കളിച്ച് എല്ലാം എടുത്ത് കളഞ്ഞ്. അങ്ങനെ ഇവര് എന്താണ് ഈ സാധനം എടുത്തുകൊണ്ട് ഇവർ സ്റ്റാപ്ലറൊക്കെ എടുത്ത് വീട്ടിനകത്ത് കൊണ്ടിടുകയാണ്. അങ്ങനെ ബിഗ് ബോസ് പറയാണ് ഇനി 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്, ഇനി 1/2 മണിക്കൂറും കൂടെ ബാക്കിയുള്ളൂ. നൂറയ്ക്ക് ടെൻഷനായിട്ട് വയ്യ. അപ്പം ഇവിടെ നൂറയ്ക്ക് ടെൻഷനായിട്ട് തന്നെ വയ്യ കേട്ടോ. അങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ട് ഇവർ മനപ്പൂർവ്വം സ്ലോ ആയിട്ട് ചെയ്തപ്പോൾ നൂറ അപ്പോൾ ജിഷിൻ ഇങ്ങനെ പറയാൻ നിൽക്കുമ്പം ജിഷിനെ തടയുന്നുണ്ട്. മിണ്ടായിരിക്കും, അവർ ചെയ്യട്ടെ എങ്ങനെയെങ്കിലും. അപ്പം നിങ്ങൾ പെട്ടെന്ന് ചെയ്യും. അയ്യോ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ മാഡം, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഇതേ നമുക്ക് പറ്റത്തുള്ളൂ, ഇതിൽ കൂടുതൽ നമുക്ക് പറ്റൂല സ്പീഡ് ചെയ്യാൻ. അങ്ങനെ 15 മിനിറ്റ് കൂടെ വരുന്നു. പക്ഷേ ഷാനവാസിന് ഇവിടെ ഒരു കാര്യം മനസ്സിലായി. ഷാനവാസ് പറയുന്നത് ഇത് തെറ്റാണ്, ഈ തൊഴിലാളികൾ ചെയ്യുന്ന തെറ്റാണ്, ഞാൻ കമ്പനിയുടെ ഒപ്പം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം 5 മിനിറ്റും കൂടെ ബാക്കി ഉണ്ടാവും. ജിഷിൻ ഓടിപ്പോയിട്ട് 5 മിനിറ്റ് കൊണ്ട് ചെരുപ്പിട്ടാ കണ്ടില്ലേ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു, എന്തുകൊണ്ട് ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, ഇവർ കള്ളക്കളിയാണ് കളിക്കുന്നത്. അങ്ങനെ ബസറടിക്കുകയാണ്. അപ്പം നൂറ പറയുന്നത് നിങ്ങളെല്ലാം ചതിച്ചല്ലേ, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ അക്ബർ പറഞ്ഞു ഉണ്ടാക്കാൻ പറ്റിയില്ല, കാര്യം മാഡം മെഷീനറി ഇത്രേ ഉള്ളൂ, സമയം ഇത്രേ ഉള്ളൂ. അപ്പൊ ഷാനവാസ് മനഃപൂർവ്വം നിങ്ങൾ കള്ളക്കളി കളിച്ചാണെന്ന് പറയുന്നു. അങ്ങനെ ഇവരെല്ലാവരും നൂറ പരാജയപ്പെട്ടു എന്ന് അറിയിക്കുന്നു. ബിഗ് ബോസ് തിരിച്ച് ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയ ശേഷം അവിടെ അബി ഷാനവാസ് തമ്മിൽ വഴക്കാവുകയാണ്. വെറുതെ വഴക്കിടാതെ, നിനക്ക് കളി അറിയില്ല, ടാസ്ക് അറിയില്ല, നീ വെറുതെ അവിടെ ഇവിടെ നിന്നു, അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് നിനക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഷാനവാസ് എനിക്കൊന്നും കിട്ടിയില്ല, അത് കണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ വരുന്നത് ക്യാരറ്റിന്റെ വിഷയത്തിലാണ്. അത് കാണിച്ചിട്ടില്ല, BB+ലായിരിക്കും അത് കാണിക്കുന്നത്. അനു പതുക്കെ ക്യാരറ്റ് എടുത്ത് കഴിക്കും. അപ്പോൾ ബിന്നി എടി ചോദിച്ചും വിട്ട് ക്യാരറ്റ് കഴിക്കാവോ? അപ്പോൾ പ്രവീൺ അനു നീ മനഃപൂർവ്വം അല്ലേടി ക്യാരറ്റ് എടുത്ത് കഴിച്ചത്, നിനക്ക് ഇവിടെ വേറെ വഴക്കുകളൊക്കെ നടന്ന് നിനക്ക് പറ്റിയ സ്ക്രീൻ സ്പേസ് കിട്ടിയില്ല, അതുകൊണ്ട് നീ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് എടുത്ത് കഴിക്കുകയാണല്ലേ, ക്യാരറ്റ് എടുത്ത് കഴിക്കുകയാണല്ലേ. അപ്പോൾ ഉടനെ തന്നെ അനീഷ് അനുമോളെ നീ ചെയ്ത തെറ്റ്. അപ്പൊ ആര്യൻ അതാണ് ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഫേവറിറ്റിസം കാണിക്കണം, അനു കാണിക്കണതൊക്കെ കുഴപ്പമില്ല, അത് ശരിയല്ല എന്നൊക്കെ ആര്യൻ. അപ്പം അനു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണം ക്യാരറ്റൊക്കെ തിന്നുകൊണ്ട്. ക്യാരറ്റ് കള്ളി ജിസേല്. അപ്പൊ അക്ബർ ഒരു ഡയലോഗ് അങ്ങോട്ട് അടിച്ച്, നാളെ ജയിൽ നോമിനേഷൻ അല്ലേ, അപ്പൊ ജയിലിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ലേ എൻ്റെ അനു, അതിനല്ലേ നീ ഡ്രാമ കാണിക്കണത്. ഞാൻ എന്തൊരു കാണിച്ച് ഞാൻ നിങ്ങളുടെ മൂട് താങ്ങിയൊന്നും നടന്നിട്ടില്ല കേട്ടാ, നിങ്ങളെ പോലെ മൂട് താങ്ങിയല്ല ഞാൻ നടക്കണത് കേട്ടാ. ഞാൻ പേയ്മെന്റ് മേടിച്ചിട്ട് അന്തസ്സായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്രയും പേയ്മെന്റ് ഒക്കെ മേടിക്കണമെങ്കിൽ ഞാൻ അതിനുള്ള കണ്ടന്റും കൊടുക്കും കേട്ടല്ല. അയ്യടാ പിന്നെ മുതുക്ക പാടന്നിറങ്ങി. അനുമോൾ വന്നിട്ടുണ്ടെങ്കിൽ അനുമോൾ കണ്ടന്റ് കൊടുത്തിരിക്കും. അനുമോൾ അങ്ങനെയാണ്, കണ്ടന്റ് കൊടുക്കാൻ അനുമോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ? നീ ഇവിടെ പോയിട്ട് എന്ത് കണ്ടന്റാണ് കൊടുത്തത്? നീ ഇവിടെ നിന്ന് എന്തെങ്കിലും കൊടുത്തോ അക്ബറെ? എന്തെങ്കിലും കൊടുത്തോ? നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് നിനക്ക് പാടാനല്ലാണ്ട് എന്തെങ്കിലും അറിയാമോ? അനുമോള് ഇവിടെ ജയിലിലും കണ്ടന്റ് കൊടുക്കും, ലിവിംഗ് ഏരിയയിൽ കണ്ടന്റ് കൊടുക്കും, സ്മോക്കിംഗ് റൂമിൽ കണ്ടന്റ് കൊടുക്കും, എല്ലാ സ്ഥലത്തും കമന്റ് കൊടുക്കും. നീ ഇവിടെ മൂട് താങ്ങി വേറെ ഇറങ്ങി അവിടെ ഇരുന്നോ കേട്ടോ. അപ്പൊ നീ ക്യൂട്ട്നസ് കാണിച്ചല്ലേ നിൽക്കണത്. ക്യൂട്ട്നസ് കാണിച്ച് നിൽക്കണ നിനക്കെന്ത്? പോടാ മുതുക്ക ഇറങ്ങി. അപ്പൊ അക്ബർ ജയിലിൽ പോകാൻ നാടകം കളിക്കല്ലേ നീ? എനിക്ക് ജയിലിൽ പോകാൻ എനിക്ക് ഇഷ്ടമാണ്, നിനക്കെന്ത്? പാടി അനു. അപ്പം പാടാ മുതുക്ക പോടാ, നിന്റെ പാട്ട് കേൾക്കാൻ വേറെ നീ അടുപ്പിന്റെ അടുത്ത് പോയി ഇരുന്നോളൂ, എന്നിട്ട് നീ കത്തിക്കും, മൂട് കത്തിക്കും. അപ്പം പോയി കണ്ടന്റ് കൊടുക്കടാ. ഹൈറ്റും വെയിറ്റും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, കണ്ടന്റ് കൊടുക്കാൻ അറിയണം, മനസ്സിലായില്ലേ? എവിടെ കൊണ്ടിട്ടാലും അനുമോള് കണ്ടന്റ് കൊടുക്കും, മനസ്സിലായ? ഗ്രൂപ്പ് കളിച്ച് കൂട്ടുകാരനെ കളഞ്ഞ് കൂട്ടുകാരൻ പോയി, എന്റെ കൂട്ടുകാരിനെ അപ്പുറത്തെടുത്തിട്ട് അവളും പോയി. കരച്ചിലൊക്കെ തീർന്നാ നിന്റെ കരച്ചിലൊക്കെ തീർന്നാ? ഞാൻ ഫ്രണ്ട്ഷിപ്പ് കളിക്കാനല്ലടോ വന്നത്, ഞാൻ ഗെയിം കളിക്കാനാണ് വന്നത്, അങ്ങനെ ഞാൻ കരയൊന്നുമില്ല. അപ്പൊ നീയാണല്ലേ ശരിക്കുമുള്ള കട്ടപ്പ? പിന്നെ ഞാൻ കട്ടപ്പ. രാവിലെ ഒരു കപ്പുമായിട്ട് അയാൾ അങ്ങോട്ട് ഇറങ്ങും, എന്നിട്ട് അവിടെ കയറി ഇരിക്കും. നിന്നെ പോലെ കളക്കാനൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നേക്കണത്. ഞാൻ ജയിലിൽ കിടക്കും, ഞാൻ സ്മോക്കിംഗ് ഏരിയയിലാണെങ്കിൽ ഞാൻ കണ്ടന്റ് കൊടുക്കും കേട്ടല്ല. നീ വന്ന് വേര് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു താഴെ, എന്നാ നീ എൻ്റെ വേര് വന്ന് മുറിക്ക്. പിന്നെ കുറച്ച് തീയിട്ട് കൊടുക്കും, കത്തട്ട് അങ്ങോട്ട്. അപ്പൊ അത് കഴിഞ്ഞ് അക്ബർ ക്യൂട്ട്നസ് ആണെങ്കിൽ എൻ്റെ കഴിവ്. അപ്പം ജിസേല് വാ തുറന്ന ക്യൂട്ട്നസ് എല്ലാം പോകും. നിന്നെ പോലെ കാണാൻ എനിക്ക് നിന്നെ പോലെ മറ്റേ സംഭവം വെച്ചിട്ടല്ല നിൽക്കണത്, ജിസേലിന്റെ ബോഡിനെയാണ് പറയണത്. അപ്പൊ ആര്യൻ ഇനി ഞാൻ എല്ലാ ദിവസവും ഫ്രിഡ്ജ് തുറന്ന് സാധനങ്ങൾ എടുക്കും, ഞാൻ ഇഷ്ടമുള്ളത് കഴിക്കും എന്ന് പറഞ്ഞ് സ്വന്തം ഉപ്മാ ബാക്കി വെച്ച് തന്നെ എടുക്കുന്നുണ്ട്. അപ്പൊ അനീഷ് നീ കാണിക്കുന്നത് വൃത്തികേടാണ് ആര്യൻ, നീ കാണിക്കുന്ന തെറ്റാണ് ആര്യൻ, നീ കാണിക്കുന്ന തെറ്റാണ്. പോടാ ക്ലാപ്പ, ഇത് എന്റെ ആഹാരം, എന്റെ ഉപ്പാവ്. ക്ലാപ്പാന്ന് നീ എന്തിനു വിളിച്ചു? നീ നിന്റെ വീട്ടിലുള്ളവരെ പോയി വിളിക്ക്. വീട്ടിലുള്ളവരെ വിളിക്കരുത്, നീ നിന്റെ പിതാവിനെ പോയി സ്മരിക്ക്. മര്യാദയ്ക്ക് വാക്കുകൾ ഉച്ചരിക്കണം ആര്യൻ, മര്യാദയ്ക്കുള്ള വാക്കുകൾ ഉച്ചരിക്കണം. നീ ഇങ്ങനെ പിതാവ് എന്ന വാക്കിന്റെ അർത്ഥം നിനക്കറിയാമോ? അപ്പൊ നീ കുറച്ച് മുന്നേ എന്നെ വീട്ടുകാരെ വിളിച്ചതോ? നിനക്കറിയത്തി, നീ എന്നെ ക്ലാപ്പാന്ന് വിളിച്ചു, നീ വിളിച്ചില്ലേ? അപ്പം നൂറ ക്ലാപ്പാന്ന് ആര്യം വിളിച്ചു. അത്രേ ഉള്ളൂ. ഈ ഗ്രൂപ്പിൽ നിന്ന് മറു ഗ്രൂപ്പിലുള്ള ആൾക്കാർ വരെ പറഞ്ഞു മറു ഗ്രൂപ്പോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഇവിടെ
അടുത്തത് കോയിൻ ഡിവൈഡിങ് ആണ്. ലിവിംഗ് ഏരിയയിൽ ബിഗ് ബോസ് വിളിച്ചിരുത്തുന്നു. നൂറ കോയിൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കൂ. ഞാൻ ആർക്കും കോയിൻ തരില്ല, ആർക്കും. എൻ്റെ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തവർക്ക് മാത്രമേ കോയിൻ ഉള്ളൂ. അപ്പം അക്ബർ, അതിന് നമുക്കിവിടെ നിന്റെ കോയിനൊന്നും വേണ്ടല്ലോ. ഞാൻ ആദ്യം നിങ്ങൾ കത്രിക യൂസ് ചെയ്തില്ല, മനഃപൂർവ്വമാണ് നിങ്ങൾ യൂസ് ചെയ്യാത്തത്. കത്രിക യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ, നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ യൂസ് ചെയ്തല്ലോ. അപ്പോൾ അക്ബർ കാറ്റലോഗ് എടുത്തുകൊണ്ടെന്ന് കാണിച്ചു കൊടുക്കും, ഇന്ന് കത്രിക യൂസ് ചെയ്യാൻ പാടില്ല, ലേസ് കട്ടിക്കാൻ മാത്രമേ കത്രിക യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ ഉപയോഗിച്ചതോ? അത് ഞാൻ ഇതിൽ ഉപയോഗിച്ചില്ല, നിങ്ങൾക്ക് മെഷീനറി ഇല്ലായിരുന്നു. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, എന്തായിരുന്നാലും പറയാണ് 1 മണിക്കൂറിൽ 18 എണ്ണേ നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് അക്ബർ പറയാണേ. അപ്പോൾ അനു, ഞാൻ വന്നപ്പോൾ അനു ഇടയിൽ കയറിട്ട്, ഞാനുണ്ടല്ലോ ഇടയ്ക്ക് കയറി വന്നപ്പോൾ നോക്കുമ്പോൾ അവർ ഇതൊക്കെ കട്ട് ചെയ്ത് എടുത്ത് തറയിൽ ഇട്ട് കളഞ്ഞേക്കും. അങ്ങനെ ഇട്ട് കളഞ്ഞവർ എല്ലാം എറിഞ്ഞു കളഞ്ഞ്. അപ്പോൾ ഷാനവാസ് മിണ്ടാതിരിക്കുകയാണ്, എന്താണെന്ന് അറിഞ്ഞൂടെ, ടാസ്ക് ജയമാണോ തോൽവിയാണോ ടാസ്കേ മനസ്സിലായിട്ടില്ല. അപ്പോൾ അക്ബർ, അപ്പം മസ്താനി, നമുക്ക് സാലറി വേണ്ട. അങ്ങനെ ആദ്യം തന്നെ വിളിക്കുന്നത് ഷാനവാസിനെയാണ്. ഷാനവാസ് വന്ന് 4 കോയിൻ കൊടുക്കുകയാണ്. അപ്പോൾ ഷാനവാസിന് ഒരു സ്പീച്ച് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കൂറ് കമ്പനിയോടാണെങ്കിലും എൻ്റെ കൂറ് നേതാവിനോടായിരുന്നു, അതുകൊണ്ട് ഞാൻ സമരത്തിന് പങ്കെടുത്തു. അപ്പോൾ അക്ബർ, നീ അതിന് ഏത് സമരത്തിന് പങ്കെടുത്തത്? നീ സമരത്തിനൊന്നും പങ്കെടുത്തില്ല, നീ സമരത്തിനും പങ്കെടുത്തില്ല, നീ ഫാക്ടറിയുടെ കൂടെ നിന്നില്ല. അപ്പം അക്ബർ, അത് എൻ്റെ ഗെയിം, നീ ഒന്നിനും നിന്നിട്ടില്ല. അബി, എടാ കള്ളത്തരം പറയാതെ, നിനക്ക് ബ്ലാക്ക് കോയിൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ നീ ഇന്നലെ മിണ്ടാതെ നിന്നത്? ഇന്ന് ബ്ലാക്ക് കോയിൻ ഇല്ലാത്തതുകൊണ്ടല്ലേ നീ സംസാരിച്ചത്? അബി ഇന്ന് ഷാനവാസിന്റെ ഗെയിം എക്സ്പോസ് ചെയ്തായിരുന്നു, ശ്രദ്ധിച്ചോന്നറിയില്ല. അപ്പൊ ഷാനവാസ്, അത് എൻ്റെ ഗെയിം, അത് എൻ്റെ ഗെയിം, നീ പോയിട്ട് അവിടെ ഇരി. ജിഷിൻ 2 കോയിൻ കണ്ടടാ, പൊറാറങ്ങി ജിഷിൻ വന്നിട്ട്. അത് കഴിഞ്ഞ് അബിയെ സത്യം പറഞ്ഞാൽ അക്ബർ ചെയ്യിപ്പിച്ചില്ല, എന്നാലും 1 കോയിൻ. ആദില ഡേ 1 തൊട്ട് 3 വരെ ഉണ്ടായിരുന്നു 2 കോയിൻ. അപ്പം അക്ബർ, അവളുടെ സൈഡിലിരുന്ന ചപ്പലുകളാണ് എല്ലാം മോഷണം പോയത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പം ബിഗ് ബോസ്, നൂറ ഇത്രയൊക്കെ പറഞ്ഞാൽ മതിയോ? നമ്മൾ തമ്മിൽ പറഞ്ഞ രഹസ്യമൊന്നും പറയണ്ടേ? അപ്പം നൂറ, പറയാം ബിഗ് ബോസ്, പക്ഷേ എനിക്കൊരു കുഴപ്പമില്ല. അതെന്തെന്ന് വെച്ചാൽ, അപ്പം എല്ലാവരും എന്താ വിഷയം? അപ്പം അക്ബർ, എടാ നമ്മൾ ഉദ്ദേശിച്ച വിഷയം തന്നെയാണ്. ഷാനവാസ്, ദൈവമേ ഈ ടാസ്കിൽ ഞാൻ കളിച്ചതൊക്കെ തീർന്നാ, എന്തായാലും എന്ത് വന്നാലും ഞാൻ എൻ്റെ തന്നെ ഉറച്ചു നിൽക്കും. അപ്പം നൂറ, 2 റൗണ്ട് ഞാൻ വിജയിച്ചില്ല, സോ ഞാൻ 3 റൗണ്ടിൽ 2 റൗണ്ട് പരാജയപ്പെട്ടാൽ എൻ്റെ ഒരു നോമിനേഷൻ പവർ പോകും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. പക്ഷേ എനിക്കത് കുഴപ്പമില്ല, ഞാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അക്ബർ, അതൊക്കെ എൻ്റെ മുഖത്തു നിന്ന് തന്നെ നമുക്ക് 2ാമത്തെ ദിവസം മനസ്സിലായി, അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ കളിച്ചത്. നിങ്ങൾ വലിയ കളിയൊന്നും അല്ല കളിച്ചത്, നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടായിരുന്നു, അതുകൊണ്ടാണ് നമ്മളിത് കളിച്ചത്, മനസ്സിലായോ? അപ്പം ബിഗ് ബോസ് പറയണേ, നൂറ അങ്ങനെ പരാജയപ്പെട്ടിരിക്കുകയാണ്. 2 കോയിൻ അഭിക്കും നൂറയ്ക്കും കിട്ടിയതിനാൽ നൂറ, അഭി ഇതിൽ ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുക്കണം അടുത്ത ഡയറക്റ്റ് നോമിനേഷനിലേക്ക്. അപ്പോൾ ഈ കൂടെ നിന്ന ആൾക്കാരെല്ലാം, നൂറയുടെ കൂടെ നിന്ന ആൾക്കാരെല്ലാം കൈവൊക്കെയാണ്, ഷാനവാസും അനു ഒഴിച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ നൂറ ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അനീഷ്, ഇത് നൂറയോട് കാണിച്ച തെറ്റാണ്, നൂതില ഫാക്ടറിനെ നിങ്ങൾ നശിപ്പിച്ചു. എടോ അത് ഗെയിമാണ് അനീഷേ, നൂതില ഫാക്ടറിനെ നശിപ്പിച്ചു. എടോ അത് ഗെയിമാണ്, അങ്ങനെയാ കളിക്കേണ്ടത്. അങ്ങനെ അത് അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ വന്നേക്കുന്നത് അനീഷും ആര്യൻ്റെ വിഷയം കഴിഞ്ഞ് നൂറയുടേതും കഴിഞ്ഞ് വന്നേക്കുന്നത് നിവീൻ അവിടെ ഒരു സാധനം എടുത്ത് ബേക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. താത്താ മാവുതാ. അപ്പോൾ പ്രവീൺ, എടാ മിണ്ടാതിരുന്ന് എടുത്തോണ്ട് പോ. പ്രവീൺ സമ്മതം കൊടുക്കുകയാണ്, മാവ് എടുത്തോണ്ട് പോ. പ്രവീൺ മാവ് കൊടുക്കുന്നു, ഇത് തുറന്ന് മാവ് എടുക്കുന്നു, കുക്കീസ് ഉണ്ടാക്കി അകത്ത് വെക്കുന്നു. അത് കഴിഞ്ഞ് അനുമോൾ ഒരു ബൗളിൽ, ഞാൻ ചോറെടുക്കുകയാണേ. നീ ഇപ്പോൾ ചോറൊക്കെ എടുക്കണ, നീ കറിയൊന്നും എടുക്കരുത്. ചോറെടുക്കണമെങ്കിൽ പിന്നെ കറി എടുക്കണ്ട, എനിക്ക് കറി വേണം. നീ എന്തൊന്നാണ് ഇങ്ങനെ അനു? നീ നിന്നോട് തന്നെ പറഞ്ഞ ചോറ്, നീ ഡ്രാമ കളിക്കരുത് കേട്ടോ പ്രവീൺ. ഞാൻ ഇഷ്ടമുള്ള എടുക്കും എന്ന് പറഞ്ഞ് ചോറും കറി എടുത്തുകൊണ്ട് പോകുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ നിവീൻ ഈ കുക്കീസ് ഉണ്ടാക്കിയിട്ട് അവിടെ കിടന്ന് കോപ്രായം കാണിക്കുകയാണ്. കുക്കീസ് വേണോ? എൻ്റെ കുക്കീസ് അപ്പുറം തന്നെ. ഇതെവിടെ നിന്നാ ഈ കുക്കീസ്? അത് ചോറിന്ന് ഉണ്ടാക്കിയത്, പഴഞ്ചോറ് കുക്കീസാണ്. അയ്യടാ ചോറിനൊന്നും അല്ല, ഇത് മണപ്പിച്ച് നോക്കിയിട്ട് ഗോതമ്പ്. ഞാൻ ഗോതമ്പൊന്നും എടുത്തിട്ടില്ല. അപ്പൊ പ്രവീൺ ദേ ഇത് അവിടെ ഗോതമ്പ് കൊടുത്തായിരുന്നോ നിവീന്? അയ്യോ ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. എന്താ സംഭവം? ഇത് ചോറെന്തോ ഞാൻ കൊടുത്തതാണ്, ഞാൻ ഗോതമ്പൊന്നും കൊടുത്തില്ല. കള്ളത്തരവേ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അനു, അപ്പം നിങ്ങൾക്ക് ചോറ് തരാനായിരുന്നല്ലേ മടി? അപ്പം ചോറ് തരുന്നില്ല, ഇവിടെ ഗോതമ്പ് കൊടുത്ത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. വൈകുന്നേരം എനിക്ക് ചോറ് വേണ്ട, അതുകൊണ്ട് ഞാൻ ചോറ് എടുത്തു. എന്നെ എന്തൊക്കെ പറഞ്ഞ് അത്രേ ഉള്ളൂ. അപ്പം നിവീൻ, ആരും എനിക്ക് ഒന്നും തന്നില്ല, ഞാനങ്ങ് എടുത്തു, അത്രേ ഉള്ളൂ. അല്ലേ? അപ്പം ഞാൻ കരയൂല അനു. അപ്പൊ നിവീൻ, വിഷകന്യകയാണ് അവൾ, വിഷകന്യക. നീയാടി ഇവിടുത്തെ ഏറ്റവും വലിയ വിഷം. പിന്നെ നിന്നെയൊക്കെ വെട്ടിയിട്ട് സൈഡിലിട്ട് അവിടുത്തെ സകല എലികളും ചത്തുപോകും, മുഴുവൻ ചാകും, അത്രയ്ക്ക് വിഷമാണ്. അപ്പൊ അനു, ഒരു ചോറെടുത്തേന് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? അനു, നീ ഇനി കരയരുത് കേട്ടോ, നീ ഇനി വിക്ടിം കാർഡ് കളിക്കേണ്ട ആവശ്യമില്ല. പ്രവീൺ, നീ വിക്ടിം കാർഡ് കളിക്കണം. നീ ക്യാരറ്റ് എടുത്തിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് രാവിലെ?
അത് കഴിഞ്ഞ് നിവിൻ ഞാൻ പറഞ്ഞതിൽ എണ്ണി നീ പറയൂടി, ഞാൻ നോക്കിക്കോ അത്രേ ഉള്ളൂ, ഞാൻ കട്ടെടുത്തു അല്ലേ എന്നാ കുഴപ്പം ഇപ്പോഴെന്നൊക്കെ നിവിൻ അവിടെ നിന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പരസ്യ കമ്പനി ടാസ്ക് വരുന്നു. അതിലെല്ലാവരും കൂടെ നല്ല രസം ഉണ്ടായിരുന്നു, എല്ലാവർക്കും കോയിൻസ് കിട്ടുന്നു. അത് കഴിഞ്ഞ് സ്പോൺസേർഡ് ടാസ്കിൽ ഗ്രൂപ്പ് എ ആണ് ജയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രൈസ് ദാന ചടങ്ങും കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ലക്ഷ്മി മൈക്ക് എടുത്തിട്ട് ഒനിലിൻ്റെ അടുത്ത്, മസ്താനി ഇവിടെയുണ്ട്, ലക്ഷ്മി മൈക്ക് വേറെ മൈക്ക്. അപ്പം ഞാൻ എന്താ സംഭവം, ഇതെന്താ വിചാരണയാ? അപ്പം നോക്കുമ്പം മൈക്ക് എടുത്തിടുന്നു കേട്ടാ. അപ്പം ഒനിൽ പെട്ടെന്ന് മൈക്ക് എടുത്തിരുന്നു. ഓക്കെ, ഇന്ന് ആക്ടിവിറ്റി റൂമിൽ മസ്താനിയെ നിങ്ങൾ ഇൻഅപ്രോപ്രിയേറ്റ് ടച്ച് ചെയ്തു. ഒനിലിന്റെ കാലിന്റെ അടിയിൽ നിന്ന് എന്തോ പോയതുപോലെ നിങ്ങൾ ഇൻഅപ്രോപ്രിയേറ്റ് ടച്ച് ചെയ്തു. ഓക്കെ, ആൻഡ് യു സെഡ് സോറി ടു ഹർ. ഓക്കെ, ഡു യു തിങ്ക് ഇറ്റ് ഈസ് റൈറ്റ്? അപ്പോൾ ഉടനെ ഒനിൽ മസ്താനി അത് സോറി പറഞ്ഞു, അത് എനിക്ക് കുറച്ച് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നി, അത്രേ ഉള്ളൂ. അപ്പോൾ ഒനിൽ നീ വീഴാൻ പോയപ്പോൾ ഞാൻ അവളെ ഒന്ന് പിടിച്ചിട്ട് എനിക്കത് അപ്പം തന്നെ ഞാൻ സോറി പറഞ്ഞു. യു ഡോണ്ട് ഈവൻ നോ, ഓക്കെ, യു ഡോണ്ട് ഈവൻ റിമെമ്പർ. നീ റിമെമ്പർ പോലും ചെയ്യുന്നില്ല. സോ ഹി ഈസ്, നീ പിടിച്ചിട്ടുണ്ട്. പോനിൽ ടേബിളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ മസ്താനി അറ്റത്ത് നിന്നു. അപ്പോൾ അറിയാണ്ട് ഞാൻ അതായതാണ്, ഞാൻ അവളോട് സോറി പറഞ്ഞു അതല്ലേ. അപ്പം മസ്താനി ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ ഞാൻ കാണിക്കാം, അങ്ങനെയല്ല എന്നെ ഇങ്ങനെ. പോനിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു നമ്മൾ ടാസ്ക് ജയിച്ചതിൻ്റെ. അപ്പോൾ ഇടിച്ചു, അപ്പോൾ ഞാൻ സോറി പറഞ്ഞു. ഞാൻ ഇൻഅപ്രോപ്രിയേറ്റ് അവളെ ടച്ച് ചെയ്തിട്ടില്ല, അഡ്വോക്കറ്റ്ലി ടച്ച് ചെയ്തെന്നാണ് പറഞ്ഞേക്കണം. എനിക്ക് ആ വേർഡ് കറക്റ്റ് അറിയില്ല. അത് ക്യാമറയിലുണ്ട്, അത് ക്യാമറയിൽ അറിയായിരിക്കും എന്താണെന്നുള്ളത്. അപ്പം അവനിൽ ദേഷ്യം തുടങ്ങി. സി എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഓക്കെ, അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ദ വേ ഷീ ഡെമോൺസ്ട്രേറ്റഡ് ടു മീ, എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾ അവളെ ഇൻഅപ്രോപ്രിയേറ്റ് ബാഡ് ടച്ച് ആണ് ചെയ്തേക്കുന്നത്. താൻ കണ്ടോ? ഓക്കെ, ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഒനിൽ പറഞ്ഞു ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഐ ആം റെഡി ടു ഫേസ് ദ എന്ത് സംഭവമാണ് കോൺസിക്വൻസ്, ഞാൻ എന്ത് സംഭവം ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹിസ്റ്ററി പോലും ഇങ്ങനത്തെ ഒരു സംഭവമില്ല. ലക്ഷ്മി ലീവ് ദിസ് ഹൗസ്, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ അങ്ങനെ പറയേണ്ട സ്ഥലത്തൊന്നും വരുന്ന ആളൊന്നുമല്ല. എനിക്ക് വേറെ പണിയുണ്ട്. ഓക്കെ, എൻ്റെ പുറകെ ഇങ്ങനെ ടച്ച് ചെയ്താൽ എന്നെ അവളെ കാണിച്ചു തരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അപ്പം നീ കണ്ടോ നീ പോടി, നീ എടി പൊടി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നീ എവിക്ഷൻ ആണെങ്കിൽ നീ അത് പോയി നിന്റെ പേടി ഇവിടെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്യാമറ നോക്കിയിട്ട് ഉടനെ തന്നെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയാണ്. അതായത് ലക്ഷ്മി തോന്നുന്നു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്, സോ അതിന് വേണ്ടി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയാണ്. ഓനിൽ ഇറ്റ് ഇസ് എ ക്യാരക്ടർ അസാസിനേഷൻ, അവൾ എൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ ആണ് ചെയ്തത്. അപ്പോൾ ലക്ഷ്മി എനിക്ക് പാനിക് അറ്റാക്ക് ഒന്നും വരത്തില്ല. ഓക്കെ, എനിക്ക് പാനിക് അറ്റാക്ക് ഒന്നും വരത്തില്ല. അപ്പോൾ അബി എന്തൊക്കെയാണ് ഈ പറഞ്ഞത്, മൈക്ക് വെക്ക് എന്തൊക്കെയാണ് അവൾ പറയുന്നത്? അപ്പോൾ ലക്ഷ്മി ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ 50 സെന്റിമീറ്റർ നീളത്തിൽ ഞാൻ സ്കെയിൽ വെച്ച് അളന്നിട്ട് എല്ലായിടത്തും നിൽക്കലുള്ളൂ. ഓക്കെ, ഒരാൾ പോലും എൻ്റെ ഡ്രസ്സിൽ ടച്ച് ചെയ്യാനോ ദേഹത്ത് ടച്ച് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, വിത്തൗട്ട് മൈ പെർമിഷൻ. ഓക്കെ ജിഷിൻ, അത് കഴിഞ്ഞിട്ട് ജിഷിൻ എന്തുവാണിത്, ആൾ ജസ്റ്റ് ഇത് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു തീർത്താൽ മതിയായിരുന്നു. ഒരു കൺജസ്റ്റഡ് പ്ലേസിലാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ലക്ഷ്മി എനിക്ക് അത് തോന്നിയപ്പം എനിക്കത് പ്രശ്നമായിട്ട് തോന്നി, ഞാൻ അതുകൊണ്ട് എടുത്തു. അപ്പം മസ്താനി ഞാൻ പ്രശ്നം ഉണ്ടാക്കാനൊന്നും വന്നതല്ല. അപ്പോൾ ഒനില് ഞാൻ ഇനിയും സോറി പറയാൻ റെഡിയാണ്, എനിക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അനീഷ് ലക്ഷ്മിയുടെ അടുത്ത് ലക്ഷ്മി ഒരു കാര്യം ചെയ്യൂ, മസ്താനിക്ക് ഒരു കുഴപ്പവുമില്ല, പുള്ളിക്കാരിക്ക് ഇത് കണ്ടന്റ് അല്ല, എനിക്ക് അവളെ പുള്ളിക്കാരി കണ്ടന്റ് എടുക്കണോ അല്ലെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്ത് മസ്താനി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എനിക്കിത് പുറത്തേക്ക് പറയണമെന്നുണ്ടായിരുന്നു. ആള് സമ്മതിക്കാനൊന്നും പോകുന്നില്ല, ആള് തെറ്റ് ചെയ്ത് കാണും. ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റും, മനസ്സിലായില്ലേ? ഇതിന്റെ പേരിൽ മസ്താനിയുടെ നിലപാട് മാറ്റിയാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ബാഡ് ടച്ച് ആയിട്ടാണ് അത് ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ മസ്താനി ഞാനൊരു കണ്ടന്റ് ആക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ മൈക്കൂരി വെച്ചിട്ടാണ് ഇതൊക്കെ സംസാരിച്ചത് കേട്ടോ. എനിക്കത് കേട്ടിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല, എനിക്ക് അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യാനാണ് തോന്നിയത് മസ്താനി. അപ്പം മസ്താനി ക്യാമറ നോക്കിയിട്ട് ബിഗ് ബോസ് ഈ കണ്ടന്റ് ഒന്നും ഇടരുതേ ദയവ് ചെയ്തിട്ട്, ഞാനിത് കണ്ടന്റ് ആക്കാനൊന്നും ഉദ്ദേശിച്ചില്ല. അപ്പോൾ ഒനിയിൽ ക്യാമറ നോക്കി മസ്താനി വീഴാൻ പോയി, ഞാൻ പിടിച്ചു. അപ്പം എനിക്ക് എന്നെ മോശമായ രീതിയിലാണ് ഇവിടെ ലക്ഷ്മി ചിത്രീകരിക്കുന്നത്, കുടുംബത്തിൽ പിറക്കാത്തവരെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിത് ഇഷ്യൂ ഉണ്ട്, ഞാൻ മെൻ്റൽ ഹെൽത്തിനെ എന്നെ ബാധിക്കുന്നുണ്ട്, ബിഗ് ബോസ് ഇതിനെതിരെ ആക്ഷൻ എടുക്കണം ഓക്കെ എന്ന് പറയുന്നു. അപ്പം ലക്ഷ്മി അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തുവാടേ ഇത്? അടുത്ത വീഡിയോ ആയിട്ട് വരാം, അതുവരേക്കും ബൈ.